മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेलानर्मितधूम्रलोचनवधे हे चण्डमुण्डार्तिनी निःशेषीकृतरक्तबीजतनुजे नित्ये निशुम्भापहे शुम्भध्वंसिनि संहराशु दुरितं തുംഗേ നമസ്തേ അംബികേ. ദേവി മാഹാത്മ്യം തുടരുകയാണ്. ദേവിയുടെ ഘോരമായിട്ടുള്ള അട്ടഹാസവും ശബ്ദവും കേട്ട് മഹിഷാസുരൻ എന്താണ് ഇത് എന്ന് നോക്കാനായിട്ട് നാലുപാടും നോക്കി എന്നാണ്. ആരും അതുവരെ അപ്രകാരമുള്ളതായിട്ടുള്ളൊരു ശബ്ദം കേട്ടിട്ടില്ല. മഹിഷാസുരൻ്റെ എതിരായിട്ട് അങ്ങനെ ഒരു ശബ്ദത്തോടു കൂടിയതായിട്ടുള്ള ആ പ്രാരംഭം, ദേവിയുടെ ആരംഭം, അത് കേട്ടപ്പോൾ മഹിഷാസുരൻ എന്താണ് എന്നുള്ളത് മനസ്സിലായില്ലേ. എന്ത് ശബ്ദമാണ് ഈ കേൾക്കണത് എന്ന് വിചാരിച്ച ആ ശബ്ദം കേട്ട ദിക്കിലേക്കൊന്ന് നോക്കി എന്നാണ്. അപ്പോൾ സദർശ എന്നാണ് അടുത്തായിട്ട് പറയണത്. ദേവിയെ കണ്ടത് പറയുകയാണ്. 2 ശ്ലോകം ഒന്നിച്ചാണ് അവിടെ ദേവിയുടെ വർണ്ണനയാണ്. സദർശതോ ദേവീം വ്യാപ്തലോകത്രയം ത്വിഷാ പാദാക്രാന്ത്യ അനവഭുവം കിരീടോല്ലിഖിതാംബരം ക്ഷോഭിതാശേഷപാതാളം ധനുർജ്യാ നിസ്വനേന തം ദിശോ പുരസഹസ്രേണ സമന്താത് വ്യാപ്യ സംസ്ഥിതം. അങ്ങനെയുള്ളതായിട്ടുള്ള ദേവിയെ കണ്ടു എന്നാണ്. സദർശ തതോ ദേവീം തതഃ അനന്തരം സഹ അവൻ, ആ മഹിഷാസുരൻ, ദേവീം ദദർശ ദേവിയെ കണ്ടു. ആ ശബ്ദം പുറപ്പെടുവിച്ചതായിട്ടുള്ള ആ ദേവിയെ കണ്ടു എന്നാണ്. ദദർശ കണ്ടു, ആ ദേവിയെ കണ്ടു. ഇനി എങ്ങനെയാണ് ആ ദേവി ഉണ്ടായിരുന്നത് എന്നാണ് പറയണത്. ത്വിഷാ വ്യാപ്തലോകത്രയാം ത്വിഷാ ശോഭ കൊണ്ട്, തൻ്റെ തേജസ് കൊണ്ട്, തൻ്റെ ശോഭ കൊണ്ട് വ്യാപ്തലോകത്രയം 3 ലോകങ്ങളെയും വ്യാപിച്ചു കിടക്കുന്നതായിട്ടുള്ള, അതായത് അത്രത്തോളം ഉണ്ടായിരുന്നു ദേവിയുടെ തേജസ് എന്നാണ്. വ്യാപ്തലോകത്രയം 3 ലോകങ്ങളെയും വ്യാപിച്ചു കിടക്കുന്ന തേജസ്സോടുകൂടിയ, തൻ്റെ തേജസ് കൊണ്ട് 3 ലോകങ്ങളെയും വ്യാപിച്ചു കിടക്കുന്നതായിട്ടുള്ള ദേവിയെ കണ്ടു എന്ന്. ഇനി പാദാക്രാന്ത്യ അനതഭുവം, പാദാക്രാന്ത്യ പാദത്തിൻ്റെ ആക്രാന്തി കൊണ്ട്, അതായത് പാദങ്ങളുടെ ഓരോ കാൽവെപ്പിലും ആനത ഭുവം, ഭൂമിയെ, ഭുവം ഭൂമി, ആ ഭൂമിയെ ആനത ഭുവം ആനതമാക്കിക്കൊണ്ട്, താഴ്ത്തിക്കൊണ്ട്, ഓരോ അടിവെപ്പിലും ഭൂമി ഇങ്ങോട്ട് കുലുങ്ങുന്നതായിരുന്നു, താഴ്ന്നു പോണതായിട്ടുള്ള അത്ര ശക്തിയായിട്ടുള്ള കാൽവെപ്പുകളായിരുന്നു എന്നാണ്. പാദാക്രാന്ത്യ പാദത്തിൻ്റെ ആക്രമണം കൊണ്ട്, ആക്രമണം വെച്ചാൽ അവിടെ കാൽവെപ്പ്, ഓരോ അടിവെപ്പിലും ഭൂമിയെ താഴ്ത്തിക്കൊണ്ട് ഭുവം ആനതമാക്കിക്കൊണ്ടുള്ള ആനതമായ ഭൂമിയോട് കൂടിയവളായി ഭൂമിയെ താഴ്ത്തിക്കൊണ്ട്, പാദാക്രാന്ത്യ പാദക്രമണം കൊണ്ട്, പദങ്ങളുടെ നടത്തം കൊണ്ട്, പദങ്ങൾ കൊണ്ടുള്ളതായിട്ടുള്ള കാൽവെപ്പുകൾ കൊണ്ട് നടത്തം, ഭൂമിയെ താഴ്ത്തിക്കൊണ്ട്, ഓരോ അടിവെപ്പിലും ഭൂമിയെ താഴ്ത്തിക്കൊണ്ട് അർത്ഥശക്തമായിട്ടുള്ള കാൽവെപ്പുകളായിരുന്നു എന്ന് സാരം. ആക്രാന്തഭുവം കിരീട ഉല്ലിഖിത അമ്പരം, കിരീടം കൊണ്ട് അമ്പരത്തെ ഉല്ലേഖനം ചെയ്യുന്നതായിട്ടുള്ള, കിരീട ഉല്ലിഖിത അമ്പരാം, അമ്പരത്തെ, അമ്പരം എന്ന് വെച്ചാൽ ആകാശം, ആകാശത്തെ തൻ്റെ കിരീടം കൊണ്ട് ഉല്ലേഖനം ചെയ്യുക, വരയ്ക്കുക, ആകാശത്തിൽ വരയ്ക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കിരീടത്തിൻ്റെ അറ്റം കൊണ്ട് ആകാശത്തിൽ എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ഉയരണ്ടായിരുന്നു എന്ന് അത്രത്തോളം വെളുപ്പുണ്ട് ദേവിക്ക് എന്നാണ്. ഉല്ലിഖിത കിരീടം കൊണ്ട്, കിരീടം ആകാശം മുട്ടേ ഉള്ളതായിട്ടുള്ള കിരീടത്തോട് കൂടിയവളായിട്ട്, അപ്പോൾ ആ കിരീടത്തിൻ്റെ അറ്റം കൊണ്ട് ആകാശം എഴുതണ മാതിരിയാണല്ലോ, ആകാശത്തിൽ എഴുതണ മാതിരിയാണല്ലോ എന്നുള്ളതാണ്. കിരീട ഉല്ലിഖിത അമ്പരാം, കിരീടം കൊണ്ട് ഉല്ലിഖിതമായ, ലേഖനം ചെയ്യപ്പെട്ടതായ അമ്പരത്തോടു കൂടിയവളായി. അമ്പരം ആകാശം, ആകാശം എന്നും വസ്ത്രം എന്നും ഉണ്ട് അർത്ഥം, ഇവിടെ അമ്പരം ആകാശം എന്നുള്ള അർത്ഥത്തിലാണ്. കിരീട ഉല്ലിഖിത അമ്പരാം, കിരീടം കൊണ്ട് അമ്പരത്തിൽ, ആകാശത്തിൽ ഉല്ലേഖനം ചെയ്തുകൊണ്ട്, ചിത്രങ്ങൾ വരച്ചുകൊണ്ട് എന്നുള്ള സാരം. ക്ഷോഭിത ആശേഷപാതാളം ധനുർജ്യാ നിസ്വനേന തം ദിശോ ഭുജസഹസ്രേണ
സമന്താവ്യാപ്യ സംസ്ഥിതം. ദേവിയുടെ തന്നെ വിശേഷണമാണ്. ക്ഷുഭിത അശേഷ പാതാളം, പാതാളത്തെ മുഴുവൻ ക്ഷോഭിപ്പിച്ചുകൊണ്ട്, പാതാളം ഭൂമിയുടെ താഴെയാണല്ലോ. അപ്പോൾ ഈ ശബ്ദം കേട്ടിട്ട് ഭൂമി കുലുങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സമയത്ത് പാതാളത്തെ മുഴുവൻ വിറപ്പിച്ചു എന്നുള്ളതാണ്. ക്ഷുഭിത അശേഷ പാതാളം, പാതാളത്തെ മുഴുവൻ ക്ഷോഭിപ്പിക്കുന്നവളായിട്ടുള്ള, ക്ഷുബ്ധമാക്കിക്കൊണ്ട്, ധനുർജ്യ നിസ്വനേന താം. എങ്ങനെയാണ് പാതാളത്തിനെ വിറപ്പിച്ചിരുന്നതെന്ന് പ്രത്യേകിച്ച് കാൽവെപ്പണ് നല്ല പടപ്പണ. ധനുർജ്യ നിസ്വനേന, ധനുർജ്യന്റെ ധനു വില്ല്, ആ വില്ലിൻ്റെ ജ്യ ഞാണ്, ആ ഞാണിൻ്റെ ശബ്ദം കൊണ്ട് നടക്കുമ്പോൾ തന്നെയുള്ളതായിട്ടുള്ള ആ ഞാൻ ഒരു വില്ല് കൊലച്ചുകൊണ്ടാണ് നടക്കുന്നതെന്ന് സാരം. അപ്പോൾ ആ ധനുർജ്യ നിസ്വരേന, ധനുവിൻ്റെ ജ്യ ഞാണ്, ആ ഞാണിൻ്റെ സ്വരം കൊണ്ട് പാതാളത്തെ വിറപ്പിച്ചുകൊണ്ട്, ധനുർജ്യ നിസ്വനേന പാതാളത്തെ ക്ഷോഭിത അശേഷ പാതാളം ക്ഷോഭിപ്പിച്ചുകൊണ്ട്, അശേഷ പാതാളത്തെ മുഴുവൻ ക്ഷോഭിപ്പിച്ചുകൊണ്ട്, എന്തുകൊണ്ട്? ധനുർജ്യ നിസ്വനേന, ധനുവിൻ്റെ വില്ലിൻ്റെ ഞാണിൻ്റെ ശബ്ദം കൊണ്ട് പാതാളത്തെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നതായ താം ദേവീം, ആ ദേവിയെ. ദിശോ ഭുജസഹസ്രേണ സമന്താവ്യാപ്യ സംസ്ഥിതം. ദിശ ദിക്കുകളെ മുഴുവൻ ഭുജസഹസ്രേണ 1000 ഭുജങ്ങളെ കൊണ്ട്, 1000 കൈകളുണ്ട് എന്നുള്ളതാണ്. അത്ര ഭുജസഹസ്രങ്ങളോട് കൂടിയിട്ടാണ് ദേവി. അപ്പോൾ ആ ഭുജസഹസ്രേണ 1000 കൈകൾ കൊണ്ട് ദിശ സമന്താവ്യാപ്യ, ദിശ ദിക്കുകളെ, സമന്താത് ചുറ്റുപാടുമുള്ളതായിട്ടുള്ള ദിക്കുകളെ മുഴുവൻ വ്യാപിപ്പിച്ച്, കൈകൾ 4 പുറം അങ്ങനെ വ്യാപിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെ നീണ്ട കൈകളാണ് ഉള്ളത്. ദിക്കുകളിൽ ഒക്കെ വ്യാപിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള കൈകളോടുകൂടി, 1000 കൈകളോടുകൂടി ദിശ ദിക്കുകളെ ഭുജസഹസ്രേണ സമന്താവ്യാപ്യ, ചുറ്റുപാടും ഭുജസഹസ്രേണ 1000 കൈകൾ കൊണ്ട് വ്യാപിച്ച് വർത്തിക്കുന്നതായ, സംസ്ഥിതാം സ്ഥിതി ചെയ്യുന്നതായ, താം ദേവിയും ദദർശ എന്നാണ്. ആ ദേവിയെ കണ്ടു. ദേവിയെ ആര് കണ്ടു? ഈ മഹിഷാസുരൻ കണ്ടു. എന്താണ് ഈ ശബ്ദം എന്ന് നോക്കാനായിട്ട് ആ ദിക്കിലേക്ക് നോക്കിയപ്പോൾ മഹിഷാസുരൻ ആ ദേവിയെ കണ്ടു. ഇപ്രകാരമുള്ളതായ ആകാരത്തോടു കൂടിയ, രൂപത്തോടു കൂടിയ ദേവിയെ കണ്ടു മഹിഷാസുരൻ എന്നാണ്. ഇനി തത പ്രവൃത്തേ യുദ്ധം തയാ ദേവ്യാ സുരദ്വിഷം ശസ്ത്രാസ്ത്രൈർ ബഹുധാ മുക്തൈരാജീവിത ദിഗന്ധരം. ഇനി തതപ്രവൃത്തേ യുദ്ധം, തതഃ അനന്തരം യുദ്ധം പ്രവവൃത്തേ, യുദ്ധം ആരംഭിച്ചു, പ്രവവൃത്തേ ആരംഭിച്ചു. തതപ്രവവൃത്തേ യുദ്ധം, അനന്തരം യുദ്ധം ആരംഭിച്ചു. ആര് തമ്മിലാണ്? തയാ ദേവ്യ, ആ ദേവിയോടുകൂടി യുദ്ധം ചെയ്യാൻ തുടങ്ങി എന്നാണ്. ഇപ്രകാരം കണ്ടതായിട്ടുള്ള ദേവിയോടുകൂടി യുദ്ധം ആരംഭിച്ചു. ആരാണ്? സുരദ്വിഷാം, സുരദ്വിട്ടുകളുടെ, സുരന്മാരുടെ ശത്രുവായിട്ടുള്ള അസുരന്മാരുടെ, സുരദ്വിഷാം സുരന്മാരുടെ എന്നർത്ഥം. സുരന്മാരെ, ദേവന്മാരെ ദ്വേഷിക്കുന്നതായിട്ടുള്ള അതാരാണ്? അസുരന്മാർ. അപ്പോൾ അസുരന്മാരുടെ യുദ്ധം ആരംഭിച്ചു. അസുരന്മാരും ദേവിയുമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചു എന്നാണ്. തതഃ പ്രവവൃത്തേ യുദ്ധം, അനന്തരം യുദ്ധം ആരംഭിച്ചു. തയാ ദേവ്യ, ദേവിയോടുകൂടി സുരദ്വിഷം, അസുരന്മാരുടെ യുദ്ധം ആരംഭിച്ചു. ശസ്ത്രാസ്ത്രൈ ബഹുധാ മുക്തൈ ആജീവിത ദിഗന്ധരം. ആ യുദ്ധത്തിനെ ഒന്ന് വർണ്ണിക്കുകയാണ്. ശസ്ത്രാസ്ത്രൈ, ശസ്ത്രങ്ങളെ കൊണ്ടും അസ്ത്രങ്ങളെ കൊണ്ടും. ശസ്ത്രങ്ങൾ വെച്ചാൽ പല വിധത്തിലുള്ളതായിട്ടുള്ള ആയുധങ്ങളുണ്ട്, വേറെയും ആയുധങ്ങളുണ്ട്. ശസ്ത്രം എന്ന് വെച്ചാൽ ആയുധം എന്നേ ഉള്ളൂ. അസ്ത്രൈഹി, അസ്ത്രങ്ങളെ കൊണ്ടും, പല ബഹുവിധങ്ങളായിട്ടുള്ള ശസ്ത്രങ്ങളെ കൊണ്ടും അസ്ത്രങ്ങളെ കൊണ്ടും. ശസ്ത്രാസ്ത്രൈഹി ബഹുധാ മുക്തൈഹി, പലതരത്തിൽ മോചിപ്പിക്കപ്പെട്ട ആയിട്ടുള്ള, ബഹുധാ പല വിധത്തിലും, അതായത് ഓരോരുത്തരും പലതരത്തിലുള്ളതായിട്ടുള്ള അസ്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്, ശസ്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ പ്രയോഗവും പലതരത്തിലാണല്ലോ. അപ്പം അങ്ങനെ പല വിധത്തിലുള്ളതായിട്ടുള്ള ശസ്ത്രാസ്ത്രങ്ങളെ കൊണ്ട് പലതരത്തിൽ മോചിപ്പിക്കപ്പെട്ടതായ യുദ്ധം ആരംഭിച്ചു എന്നാണ്. ആ യുദ്ധത്തിൽ അനവധി തരത്തിലുള്ളതായിട്ടുള്ള ശസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. അത് അനവധി ആളുകൾ പ്രയോഗിക്കുകയും ചെയ്തു. അങ്ങനെയുള്ളതായിട്ടുള്ള യുദ്ധം ആരംഭിച്ചു. ശസ്ത്രാസ്ത്രൈഹി ബഹുധാ മുക്തൈഹി,
ആദീപിത ദിഗന്ധരം, അങ്ങനെയുള്ളതായിട്ടുള്ള ശസ്ത്രാസ്ത്രങ്ങളെ കൊണ്ട് ദീപിതമായി തീർന്നു ദിഗന്ധരം. ദിഗന്ധരങ്ങൾ അതായത് ദിക്കുകളുടെ അറ്റം, ദിക്കുകളുടെ അറ്റം മുഴുവൻ ശോഭിതമായി, പ്രകാശിതമായി, ആദീപിതമായി, ദീപ്തമായി, പ്രകാശിതമായി എന്ന് സാരം. ആ ശസ്ത്രങ്ങൾ പ്രയോഗിക്കുമ്പോൾ അത് കൂട്ടിമുട്ടുണ്ടാവുന്നതായിട്ടുള്ള അഗ്നി, ആ അഗ്നി കൊണ്ട്, അഗ്നിയുടെ പ്രഭ കൊണ്ട് ദിക്കുകൾ മുഴുവൻ ശോഭിച്ചു എന്നാണ്. ശസ്ത്രാസ്ത്രൈഹി ബഹുധാ മുക്തൈഹി, പലതരത്തിൽ മോചിതങ്ങളായിട്ടുള്ള, മോചിക്കപ്പെട്ട, അയക്കപ്പെട്ട ശസ്ത്രാസ്ത്രങ്ങളെ കൊണ്ട് ആദീപിത ദിഗന്ധരം, ദിഗന്ധരത്തെ, ദിഗന്ധരങ്ങളെ, ദിക്കുകളുടെ അന്തത്തെ, അതായത് അവസാന ഭാഗത്തെ കൂടി അറ്റങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ടുള്ളതായ യുദ്ധം ആരംഭിച്ചു എന്നാണ്. മഹിഷാസുരസേനാനീശ്ചുരാഖ്യോ മഹാസുര യുയുധേ ചാമരശ്ചന്യൈശ്ചതുരംഗബലാന്വിതഃ. മഹിഷാസുരസേനാനി, മഹിഷാസുരന്റെ സേനാനിയായിട്ടുള്ള ചിക്ഷുരഃ, ചിക്ഷുരാഖ്യഃ മഹാസുരഃ, ചിക്ഷുരൻ എന്നു പേരായ ചിക്ഷുരാഖ്യഃ, ചിക്ഷുരൻ എന്ന ആഖ്യയോടുകൂടിയ, ആഖ്യ എന്ന് വെച്ചാൽ പേര്, ചിക്ഷുരൻ എന്ന പേരോടുകൂടിയ മഹാസുരഃ, മഹാസുരൻ, മഹിഷാസുരന്റെ സേനാനിയായിരുന്ന ചിക്ഷുരൻ എന്ന മഹാസുരൻ, ചിക്ഷുരൻ എന്ന പേരോടുകൂടിയ മഹാസുരൻ യുയുധേ, യുയുധേ യുദ്ധം ചെയ്തു. ഈ ചിക്ഷുരൻ യുദ്ധം ചെയ്തു ദേവിയോട് എന്നാണ്. ചാമരശ്ച അന്യൈഹി ചതുരംഗബലാന്വിതഃ. ചാമരഃ ച, ചാമരനും യുദ്ധം ചെയ്തു. ചാമരൻ എന്നുള്ളതായിട്ടുള്ള മറ്റൊരു അസുരൻ. ചാമരഃ ച, ചാമരനും യുദ്ധം ചെയ്തു എന്നാണ്. ചതുരംഗബലാന്വിതഃ, ചതുരംഗമായിട്ടുള്ള ബലത്തോടു കൂടി. ചതുരംഗം എന്ന് പറഞ്ഞാൽ കാലാൾപ്പട, കുതിരപ്പട, രഥം കൊണ്ടുള്ളതായിട്ടുള്ള യുദ്ധം. കാലാൾപ്പട, കുതിരപ്പട, ആന, ഗജം കൊണ്ട് ആനപ്പട ഒക്കെ ചേർന്നതാണ് 4. കുതിര, ആന, രഥം, കാലാള്, ഇത് 4 ചേർന്നതാണ് യുദ്ധം. ചതുരംഗം എന്ന് പറയുന്നത്, ചതുരംഗ ബലം എന്ന് പറഞ്ഞാൽ 4 അംഗങ്ങൾ ഉള്ളതായിട്ടുള്ള ബലം. അത് ഇത് 4ആണ്. കാലാൾപ്പട, കുതിരപ്പട, ഗജങ്ങളുടെ പട, പിന്നെ രഥികളായിട്ട് യുദ്ധം ചെയ്യുന്നത്, രഥത്തിൽ കയറി യുദ്ധം ചെയ്യുന്നതായിട്ടുള്ള സൈന്യം. ഇങ്ങനെ 4 സൈന്യമാണ്, 4 തരാണ് ഒരു യുദ്ധത്തിനുള്ളതായിട്ടുള്ള 4 അംഗങ്ങൾ എന്നാണ്. അപ്പൊ ചതുരംഗബലാന്വിത, ചതുരംഗമായിട്ടുള്ള 4 അംഗങ്ങളോടുകൂടിയ, അതായത് ചതുരംഗബലം എന്നുള്ളതാണ്. ആ അതോടുകൂടി അന്വിത ചേർന്നതായിട്ടുള്ള, അതോടുകൂടി ചാമരനും യുദ്ധം ചെയ്തു. യുയുധേ ചാമരശ്ച അന്യൈഹി ചതുരംഗബലാന്വിതൈഹി, അന്വിത ചതുരംഗബലത്തോടുകൂടി, അന്യൈഹി മറ്റവരോടുകൂടി, ദേവിയോടുകൂടി യുദ്ധം ചെയ്തു എന്നാണ്. വേറെ, അതായത് ഈ ചിക്ഷുഷന്റെ സൈന്യം വേറെയുണ്ട്, ചതുരന്റെ സംഘം സൈന്യം വേറെയുണ്ട്. ചിക്ഷുരന്റെ കീഴിൽ ഒരു കൂട്ടര്, പിന്നെ ഈ ചതുരന്റെ കീഴിൽ മറ്റൊരു കൂട്ടര്, അങ്ങനെ യുദ്ധം ചെയ്തു. ചതുരനല്ല, ചാമരൻ, ചാമരശ്ച അന്യൈഹി, ചാമരൻ എന്നുള്ളതായിട്ടുള്ള അസുരനും അന്യൈഹി വേറെ ചതുരംഗബലത്തോടു കൂടി യുദ്ധം ചെയ്തു എന്നാണ്. ഇനി അപ്പോ രഥാനാമയുധൈ ഷഡ്ഭി രുദ്ര ഉദഗ്രാഘ്യോ മഹാസുര അയുധ്യത അയുധാനാം ച സഹസ്രേണ മഹാഹനുഹു. ഇനി ഉദഗ്രാഖ്യ മഹാസുര, ഉദഗ്രൻ എന്നു പേരായിട്ടുള്ള ഉദഗ്രാഖ്യ, പദമുറിയോ ഉദഗ്രാഖ്യ എന്നാവും. ഉദഗ്രൻ എന്നു പേരായിട്ടുള്ള ആഖ്യയോടുകൂടിയ, പേരോടുകൂടിയ മഹാസുര, മഹാസുരൻ, മറ്റൊരു മഹാസുരൻ, ഉദഗ്രൻ എന്നുള്ളതായിട്ടുള്ള പേരോടുകൂടിയ മഹാസുരൻ. രഥാനാം അയുധൈഹി ഷഡ്ഭിഹി, ഷഡ്ഭിഹി അയുധൈഹി രഥാനാം, രഥാനാം രഥങ്ങളുടെ, ഷഡ്ഭിഹി അയുധൈഹി 6 10,000, 10,000 എന്ന് പറഞ്ഞാൽ അയുധം എന്ന് വെച്ചാൽ 10,000. അപ്പോൾ ഷഡ്ഭിഹി അയുധൈഹി എന്ന് പറഞ്ഞാൽ 60,000 എന്ന് സാരം. 60,000 എന്ന് പറഞ്ഞാൽ 60,000, 60,000 രഥികളോടുകൂടി, രഥത്തിലുള്ളതായിട്ടുള്ള യോദ്ധാക്കള്, അങ്ങനെ അതാണ് രഥികൾ എന്ന് പറയുന്നത്. അപ്പം 60,000 രഥികളോടുകൂടിയ, 60,000 രഥങ്ങളോടുകൂടിയ, രഥങ്ങളിൽ കയറിയിട്ടുള്ളതായിട്ടുള്ള രഥികളോടുകൂടി ഉദഗ്രൻ എന്നു പേരായിട്ടുള്ള മഹാസുരൻ യുദ്ധം ചെയ്തു എന്നാണ്. ഉദഗ്രാഖ്യ മഹാസുര, ഉദഗ്രൻ എന്നു പേരായ മഹാസുരൻ രഥാനാം അയുധൈഹി ഷഡ്ഭിഹി, രഥാനാം ഷഡ്ഭിഹി അയുധൈഹി രഥങ്ങളുടെ 10,000 കൂടി, അതായത് 60,000 രഥങ്ങളോടുകൂടി ഈ
രഥങ്ങളാവുമ്പോൾ അതിൽ രഥികളുമുണ്ട്. അങ്ങനെ യുദ്ധം ചെയ്തു. ആര്? രുദ്രൻ, രുദ്രാഖ്യൻ എന്ന്, ഉദഗ്രൻ എന്നു പേരായിട്ടുള്ള അസുരൻ എന്നാണ്. ആയുധാനാം ച സഹസ്രേണ മഹാഹനുഹു. ഇനി മഹാഹനു എന്നുള്ളതായിട്ടുള്ള മറ്റൊരു അസുരൻ. 4 അസുരന്മാരുടെ പേര് പറഞ്ഞുകൂടെ? മഹാഹനുഹു എന്നുള്ളതായിട്ടുള്ള അസുരൻ അയുധാനാം സഹസ്രേണ അയുധ്യത. അയുധാനാം സഹസ്രേണ 1000, 10,000, 10,000ന്റെ 1000 എന്നുള്ളതാണ്. അപ്പോൾ 10,000ന്റെ 1000 എന്ന് പറഞ്ഞാൽ 10 ലക്ഷം അല്ല, 10 ലക്ഷം അല്ല, ആയുധം എന്ന് പറഞ്ഞാൽ 10,000, 10,000ന്റെ 1000 എണ്ണം. അപ്പോൾ 10,000 കഴിഞ്ഞാൽ ലക്ഷം, 10 ലക്ഷം കോടി ആയി. അത്രയും സൈന്യങ്ങളോടുകൂടി മഹാഹനു എന്നുള്ളതായിട്ടുള്ള അസുരൻ യുദ്ധം ചെയ്തു എന്നാണ്. ഇങ്ങനെ ഓരോരുത്തരും യുദ്ധം ചെയ്തു. ദേവിയോടാണ്. ഇവിടെ ദേവി മാത്രമല്ലേ ഉള്ളൂ. ആ ദേവിയോട് ഈ 4 അസുരന്മാരും അനവധി സൈന്യങ്ങളോടുകൂടി യുദ്ധം ചെയ്തു എന്ന് സാരം. എല്ലാവരും യുദ്ധത്തിറങ്ങി യുദ്ധം ആരംഭിച്ചു. ഗംഭീരമായിട്ടുള്ള പടയോടുകൂടി ഈ മഹിഷാസുരൻ തൻ്റെ സേനാനി ഒക്കെയോടും ബാക്കിയുള്ളതായിട്ടുള്ള അസുരന്മാരോടും ഒക്കെ കൂടി ഉള്ളതായിട്ടുള്ള ആ യുദ്ധം ആരംഭിച്ചു. ദേവിയോടുള്ള യുദ്ധം ആരംഭിച്ചു എന്നാണ് പറഞ്ഞത്. ശ്രീ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക. ശ്രീ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക. ശ്രീ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക. ശ്രീ ലളിതാംബികായൈ നമഃ.